ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ലെൻസ് യൂസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ്, രണ്ടാമത് പറയാനുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ടെലിസ്കോപ്പ്. ഇവിടെ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെലിസ്കോപ്പ് ഉണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആണ്. സോ ഈ ടെലിസ്കോപ്പിൽ എങ്ങനെയാണ്, ഏത് ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നല്ലോണം അറിയാലോ. അത് നല്ലോണം മനസ്സിലാക്കണം. അത് വെച്ചിട്ട് ഇത് ചിന്തിക്കാൻ നിൽക്കരുത്. ഇതിന്റെ വേറെ ഒരു മെത്തേഡിലാണ് നമ്മൾ വരുന്നത്. ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചിട്ട് വേണേ ഇത് നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. ടെലിസ്കോപ്പ് ആർ ഇൻസ്ട്രുമെന്റ്സ് ടു സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട് ക്ലിയർലി. ടെലിസ്കോപ്പ് എന്തിനാണ്? ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാ. പക്ഷെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എങ്ങനെയായിരുന്നു? അടുത്തുള്ള ഒബ്ജക്റ്റിനെ അതിന് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാ. ഇവിടെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. The invention of the telescope brought about a great change in the study of the universe. യൂണിവേഴ്സിനെ പറ്റിയുള്ള സ്റ്റഡിക്കൊക്കെ എന്താണ്? ടെലിസ്കോപ്പ് ഒരു വലിയ ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. There are different type of telescope that make use of reflection and refraction of light. ഈ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാല് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും, അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും ഇല്ലേ, ഈ രണ്ടിനെയും ഫിനോമിനേനെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെലിസ്കോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആണ്. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആണ്, അതായത് ഒരു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ ബേസിൽ പ്രവർത്തിക്കുന്ന ടെലിസ്കോപ്പ്. So let us see the functioning of telescope whose working is based on refraction of light. Refraction, ലൈറ്റിന്റെ റിഫ്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഇമേജ് നോക്കിക്കോ, നമ്മൾ ഇതിലേക്ക് വരൂ. The main part of the telescope are objective and eyepiece. എന്താണ്? ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐപീസ് ഉണ്ട്. Identify their characteristics and complete the table. നമ്മളോട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഇവിടെ നമ്മൾ ഒരു ലെൻസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ നമുക്ക് എന്തുണ്ട്? രണ്ട് ലെൻസ് ആണ് ഉള്ളത്. ഇവിടെ ഒരു ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഒരു ലെൻസ് ഉണ്ട്. രണ്ട് ലെൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫോക്കൽ ലെങ്ത്തിന്റെ കാര്യം. നമുക്ക് ഇവിടെ ആദ്യം ഒരു ഇമേജ് ഫോം ചെയ്ത് നോക്കാം. ലെറ്റ്സ് സീ ഹൗ ദ ഇമേജസ് formed in the telescope. Where is the position of the object? നമ്മൾ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്താ? ടെലിസ്കോപ്പ് നമ്മൾ ഒബ്സർവ് ചെയ്തത്, ടെലിസ്കോപ്പിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്? ഫാർ ഒബ്ജക്റ്റ് അല്ലേ, സ്റ്റാർസ്, പ്ലാനറ്റ്സ് ഒക്കെ അല്ലേ. വി ആർ ഒബ്സർവിംഗ് ദ ഒബ്ജക്ട് ഫാർ അവേ. ഒബ്ജക്ട് ഫാർ അവേ ആണ്. Then focal length of the objective. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കണം? നേരത്തെ നമ്മൾ പറഞ്ഞു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിൽ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കുറവും ഐപിഎസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതൽ. ഇവിടെ ഓപ്പോസിറ്റ് ആണ്, അത് ഓർക്കണം. സോ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് എന്താണ്? ഗ്രേറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഗ്രേറ്റർ ആണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഇനി ടേബിളിലേക്ക് തിരിച്ചു വരാം. ഇവിടെ കണ്ടോ, ഈ ആള് നോക്കുന്നതാണ് ഐപീസ്. ഐപീസ് ഇത് കാണുന്നില്ലേ? ഇതാണ് നമ്മളെ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ഗ്രേറ്റർ ആയിരിക്കും കമ്പയർഡ് ടു എന്താണ്? നമ്മളെ ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ആ ഒബ്ജക്റ്റ്, നമ്മൾ ഈ ഒരു ലെൻസിലൂടെ ഒബ്ജക്റ്റിന് വന്നിട്ട് ഇവിടെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത്, ഈ ഒരു ഇമേജ് പിന്നെ നമ്മൾ ഈ ഒരു ഇമേജിലൂടെ പോകുന്ന സമയത്ത് എന്താ ഇവിടെ കാണുന്നില്ലേ? ഈ ഒരു ഐപീസിലൂടെ നോക്കുന്ന സമയത്ത്, ഈ ഒരു ഐപീസിലൂടെ നോക്കുമ്പോൾ, ഈ ഒരു ഐപീസിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വലിയ ഇമേജ് ആണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. സോ ഐപീസിലൂടെ നമ്മൾ കാണുന്ന ഇമേജ് നോക്കിക്കേ, ഇതിന്റെ മാഗ്നിഫൈഡ് അല്ലേ. സോ എന്ത് പറയാം? സെയിം സൈഡ്. അപ്പൊ നമുക്ക് പറയാം വെർച്വൽ. ദെൻ എന്താണ്? ഇറക്റ്റ്. ഇതേപോലെയല്ലേ തല തിരിഞ്ഞല്ലേ വന്നത്? ഇറക്റ്റ്
magnified. വെർച്വൽ, ഇറക്റ്റ്, മാഗ്നിഫൈഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ കേസിൽ നോക്കിക്കേ, ഈ കേസിൽ ഇവിടെ നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റ് വരുന്നത്, ഫാർ അപ്പാർട്ട് ആണ്, ഈ ഒരു പോയിന്റിൽ നിന്ന് ഫാർ അപ്പാർട്ട് ആണ് നമ്മൾ ഒബ്ജക്റ്റ് ഉള്ളത്. അവിടുന്ന് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് എവിടെയാണ്, ഇവിടെയല്ലേ. സോ ഇറ്റ് ഈസ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിയൽ ആണ്, റിയൽ ഇമേജ്, റിയൽ, ദെൻ ഇൻവേർട്ടഡ്, സ്മോൾ അല്ലേ, സ്മോൾ, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, സ്മോൾ, ഡിമിനിഷ്ഡ്. ഇനി നമുക്ക് ടേബിളിലേക്ക് പോവാം, നോക്കാം. ഫോക്കൽ ലെങ്ത്, ഒബ്ജക്റ്റീവ് നമ്മൾ കണ്ടു. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മോർ, ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ലെസ്. ദെൻ അപ്പേർച്ചർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് റിഫ്രാക്റ്റിംഗ്, അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പേർച്ചർ ആണ്. അപ്പേർച്ചർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് റിഫ്രാക്റ്റഡ് ലൈറ്റ് വരുന്ന ഏരിയനല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ റിഫ്രാക്റ്റഡ് ലൈറ്റ് വരുന്ന ഏരിയ കൂടുതൽ എവിടെയാണ്, ഒബ്ജക്റ്റീവില്. നമ്മള് ഐ പീസിൽ എന്താണ്, കുറവാണ്, ഐ പീസ് ലെസ്, ഒബ്ജക്റ്റീവ് മോർ. Then image, characteristics of the image, objective form ചെയ്ത ഇമേജിന്റെ characteristics, ഇതാണ് ഒബ്ജക്റ്റീവ് ഫോം ചെയ്തത്. റിയൽ, ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ് ആണ്. റിയൽ, ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്. ഇവിടെ ആവുമ്പോ വിർച്വൽ, ഇറക്റ്റ്, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, പിന്നെ എന്താണ്, മാഗ്നിഫൈഡ്. ക്ലിയർ ആണല്ലോ. ഈ രീതിയിലാണ് നമ്മളെ ടെലിസ്കോപ്പിന്റെ വരുന്നത്. ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിക്കുക. ടേബിൾ നിങ്ങളോട് ഫിൽ ചെയ്യാൻ ചോദിക്കും. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ഇമേജ് ഫോം ചെയ്ത് എന്താണ്, സ്മോൾ ആൻഡ് റിയൽ ആണ്. ഒബ്ജക്റ്റീവ് ഫോം ചെയ്ത ഇമേജ് സ്മോൾ ആൻഡ് റിയൽ ആണ്. ആ പിക്ചർ ഓർത്ത് വെച്ചാൽ മതി, അപ്പൊ നമുക്ക് കിട്ടും. Which of the following lengths uses the image as its object? Image യൂസ് ചെയ്യുന്നത് ഏതാണ്, ഐ പീസ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Through which length the image is viewed? ഇമേജ് വ്യൂ ചെയ്യുന്നത് ഏത് ലെങ്സിലൂടെയാണ്, ഐ പീസ്. The image we see through the ഐ പീസ് എന്താണ്, വിർച്വൽ ഇമേജ് ആണ് നമ്മൾ ഐ പീസിലൂടെ കാണുന്നത്. ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, വിർച്വൽ ഇമേജ് ആണ്. നമ്മൾ കാണുന്ന ഇമേജ് ഏതാണ്, ഇതല്ലേ, ഇതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് വിർച്വൽ ഇമേജ്, അതായത് ലെങ്സിന്റെ എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉള്ളത് അവിടെ തന്നെയാണ് ഇമേജ് ഉള്ളത്. സോ ഇറ്റ് ഈസ് വിർച്വൽ ഇമേജ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യമാണ് ടെലിസ്കോപ്പിൽ പറയുന്നത്. ഇൻ എ ടെലിസ്കോപ്പ് ദ ഒബ്ജക്റ്റീവ് ഫോംസ് എ സ്മോൾ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് എ ഡിസ്റ്റന്റ് ഒബ്ജക്ട്. ഇറ്റ് ഈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ദാറ്റ് വി ഒബ്സർവ് ത്രൂ ദ ഐ പീസ്. Since the position of this image is between the focus of the eyepiece and the optic center. അതായത് നമ്മൾ പറയുന്നത് എന്താണ്, പൊസിഷൻ ഓഫ് ദ ഇമേജ് ബിറ്റ്വീൻ എന്താണ്, ഫോക്കസിന്റെ ഐപീസിന്റെ ഇടയിലാണ്. ഐപീസിന്റെ ഫോക്കസിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിലാണ്. വി ക്യാൻ സീ ദ വിർച്വൽ ഇമേജ് ഫോംഡ് ഓൺ ദ ഐപീസ്. ഐപീസിൽ ഫോം ചെയ്യുന്ന എന്താണ്, വിർച്വൽ ഇമേജ് ആണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വൈൽ മേക്കിംഗ് എ ടെലിസ്കോപ്പ് the length of the telescope tube should be taken by considering the focal length. നമ്മളൊരു ടെലിസ്കോപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ലെങ്ത് എന്താണ്, കറക്റ്റ് അതിന് പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. The objective length and the focal length of the eyepiece. അതായത് ഒബ്ജക്റ്റീവ് ലെങ്സിന്റെ ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട്, അതുപോലെ ഐപീസിന്റെ ഫോക്കൽ ലെങ്ത്തും ഉണ്ട്. ഇവിടെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ഗ്രേറ്റർ ആയിട്ട് എടുക്കണം, ദെൻ ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്, കുറവായിട്ട് എടുക്കണം എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. അത് നല്ലോണം ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്നതും അതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനും സാധിക്കുള്ളൂ ടെലിസ്കോപ്പിൽ. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട് ടെക്സ്റ്റില്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്താണ്, മേക്കിംഗ് എ ടെലിസ്കോപ്പ്. എങ്ങനെയാണ് ടെലിസ്കോപ്പ് മേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, സാധനമൊക്കെ കിട്ടുകയാണെങ്കിൽ.
സോ അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ ലോങ് എന്താണ് PVC പൈപ്പ് എടുക്കാനാണ് പറയുന്നത്. ആൻഡ് കോൺവെക്സ് ലെങ്സ്, ഒരു കോൺവെക്സ് ലെങ്സ് എടുക്കണം. അതിന്റെ ഡയമീറ്റർ 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എന്താ 50 സെന്റിമീറ്ററോ 100 സെന്റിമീറ്ററോ ആയിട്ട് സെറ്റ് ചെയ്യണം. ദെൻ പ്ലാസ്റ്റിക് ബോട്ടിൽ, ഐപീസ് യൂസ്ഡ് ഫോർ വാച്ച് റിപ്പയർ. വാച്ച് റിപ്പയർ ഇല്ലേ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഐപീസ് ഇല്ലേ, അതെടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഐപീസ് ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. തിങ്സ് ടു ബി കൺസിഡേർഡ് വൈ ചൂസിങ് ദ ലെങ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എന്തൊക്കെയായിരുന്നു? ഫോക്കൽ ലെങ്ത് ആൻഡ് അപ്പേർച്ചർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ. അത് രണ്ടും മാറിപ്പോരുത്. അത് മാറിയാൽ നമ്മളെ ടെലിസ്കോപ്പ് വർക്ക് ചെയ്യില്ല. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത്തും അതുപോലെ ഒബ്ജക്റ്റീവിന്റെ അപ്പേർച്ചറിലെ അത് രണ്ടും ഗ്രേറ്റർ ആയിരിക്കണം. അത് രണ്ടും ഗ്രേറ്റർ ആണെങ്കിലാണ് നമുക്ക് എന്ത് പറ്റുക, നമുക്ക് ടെലിസ്കോപ്പ് വർക്കിംഗ് ആവുള്ളൂ. വേറെയും കാര്യമുണ്ട്. ഫോക്കൽ ലെങ്ത് ആൻഡ് അപ്പേർച്ചർ ഓഫ് ദ ഐപീസ് എന്തായിരിക്കണം? ഷുഡ് ബി ലെസ്സർ. ഫോക്കൽ ലെങ്ത്തും അപ്പേർച്ചർ ഓഫ് ഐപീസ് എപ്പോഴും ലെസ്സർ ആയിരിക്കണം. ഫോക്കൽ ലെങ്ത്തും ഐപീസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഗ്രേറ്റർ ആയിരിക്കണം. യൂസ് ഹൈ ക്വാളിറ്റി ലെൻസ്. നല്ല ക്വാളിറ്റി ഉള്ള ലെൻസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. എന്നാലേ നമുക്കത് നല്ല രീതിയിൽ കാണാൻ സാധിക്കുള്ളൂ. Then fix a convex lens of approximately 10 cm diameter and focal length 100 cm. നമ്മളോട് അങ്ങനെ ഒരു PVC പൈപ്പ് എടുക്കാനാണ് പറയുന്നത്. കോൺവെക്സ് ലെങ്സ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് അത് എവിടെ ഫിക്സ് ചെയ്യാനാണ് പറയുന്നത് നോക്കാം. One end of the PVC pipe having approximately 10 cm diameter. 10 cm diameter ഉള്ള PVC പൈപ്പ് എടുക്കാനാണ്. Cut the bottom of a plastic bottle of 2 liter. 2 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ, വാട്ടറിന്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ അത് കട്ട് ചെയ്യാനും പറയുന്നുണ്ട്. Then insert it into the other end of the pipe. ഒരു എൻഡിൽ നമ്മൾ എന്ത് വെച്ചു? കോൺവെക്സ് ലെങ്സ് ഫിറ്റ് ചെയ്തു. അതർ എൻഡിൽ നമ്മൾ വാട്ടർ ബോട്ടിൽ, അതായത് 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിലിന്റെ 2 ലിറ്റർ വാട്ടർ ബോട്ടിലിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അടിയിലുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിൽ ഫിക്സ് ചെയ്യാനാണ് പറയുന്നത്. ഇൻസേർട്ട് ആൻഡ് ഫിക്സ് ദ ഐപീസ്. എന്നിട്ട് നമ്മളോട് പറയുന്ന എന്താണ്? ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ മൗത്ത് പാർട്ടിലെ പ്ലാസ്റ്റിക്, ഇതിപ്പോ ഒരു 2 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് വിചാരിക്കും. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്ത ഭാഗം നമ്മളെ PVC പൈപ്പിന്റെ ഒരു എൻഡിൽ ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പോർഷൻ ഇല്ലേ, അവിടെ നമ്മളെ ഐപീസ് വെക്കുക. വാച്ചിന്റെ ഒക്കെ നോക്കുന്ന ഐപീസ് ഇവിടെ വെക്കുക. ഇതാണ് PVC പൈപ്പ്. ഇതിപ്പോ PVC പൈപ്പ് ആണെങ്കിൽ ഇവിടെ നമ്മളെ കോൺവെക്സ് ലെങ്സ്, അവർ പറഞ്ഞിട്ടുള്ള ഇതിലുള്ള കോൺവെക്സ് ലെങ്സ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ബോട്ടിലിന്റെ മൗത്ത് പാർട്ട്, വാട്ടർ ബോട്ടിലിന്റെ മൗത്ത് പാർട്ട്, ഈ ഒരു പാർട്ടിൽ എന്ത് ചെയ്യാന്നറിയോ? ഈ ഒരു പാർട്ടിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐപീസ്. അതാണ് വാച്ച് റിപ്പയറിന്റെ ഐപീസ് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡിസ്റ്റന്റ് ഒബ്ജക്ട് ക്യാൻ ബി ഒബ്സർവ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ഡിസ്റ്റൻസ്. ഇനി ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. എന്തിലൂടെ? ഐപീസിലൂടെ. ആൻഡ് ദ ഒബ്ജക്റ്റീവ് ബൈ പുഷിംഗ് ഓർ പുള്ളിംഗ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ. പ്ലാസ്റ്റിക് ബോട്ടിൽ പുഷിങ്ങോ പുള്ളോ ചെയ്തിട്ട് നമ്മളോട് എന്താ പറയുന്നത്? ഒബ്ജക്റ്റീവ്, distance between eyepiece and the objective by pushing or pulling the plastic bottle. പ്ലാസ്റ്റിക് ബോട്ടിൽ പുഷ് ചെയ്യോ പുള്ള് ചെയ്യോ ചെയ്തിട്ട് ഒബ്ജക്റ്റീവും ഐപീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളോട് ഇത് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മളെ ടെലിസ്കോപ്പിന്റെ കൺസ്ട്രക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പക്ഷെ നമുക്ക് ഈ കോൺവെക്സ് ലെൻസും ഐപീസും ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കിട്ടുന്നവരാണ്, കയ്യിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പെഷ്യൽ അറ്റൻഷൻ തന്നിട്ടുണ്ട്, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ഡു നോട്ട് ലുക്ക് അറ്റ് ദ സൺ ത്രൂ ദ ടെലിസ്കോപ്പ്. ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു ഫിക്സ് ടെലിസ്കോപ്പ് ഓൺ എ സ്റ്റാൻഡ് വൈൽ ഒബ്സർവിംഗ് അതർ ടെലിസ്റ്റിൽ ബോഡി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, സണ്ണിലേക്ക് ഈ ടെലിസ്കോപ്പ് വെച്ച് നോക്കാൻ പാടില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് ബാക്കി നമ്മളെ സെലിസ്റ്റിയൽ ബോഡി, സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെയും ഒക്കെ ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെ ഷേക്ക് ചെയ്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് നോക്കാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഇറ്റ് ഈസ് സെഡ് നോട്ട് ടു ലുക്ക് അറ്റ് ദ സൺ ത്രൂ ടെലിസ്കോപ്പ്, സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. നമ്മളോട് പറഞ്ഞു നമ്മൾ ഉണ്ടാക്കുന്ന ഈ ടെലിസ്കോപ്പിൽ സണ്ണിനെ ഒബ്സർവ് ചെയ്യരുത് എന്ന്. എന്തുകൊണ്ടായിരിക്കും? ഈ സണ്ണിൽ നിന്ന് വരുന്ന റേസ് എന്ന് പറയുന്നത് ഭയങ്കര ഹാംഫുൾ റേസ് ആണ്. UV റേസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഹാംഫുൾ റേസ് നമ്മളെ കണ്ണിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കാഴ്ചനെ വരെ ബാധിക്കും. അപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ടെലിസ്കോപ്പ് എന്നൊന്നും പറയുന്നത് അതിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കില്ല. അപ്പൊ പ്രോപ്പർ
ഡിഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ കണ്ണിന് എന്താണ് ഈ റേസ് ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ഈ ഒരു ടൈപ്പ് ടെലിസ്കോപ്പിലൂടെ സണ്ണിനെ നോക്കരുത് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മളെ ചാപ്റ്ററിലുള്ളത്. ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പ്രിസൈസ് അതായത് ബ്രീഫ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചാപ്റ്റർ മെയിൻലി എന്താണ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഇമേജ് ഫോർമേഷൻ ഉണ്ട്, 5 ഇമേജ് ഫോർമേഷൻ കോൺവെക്സ് ലെൻസിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ 2 എണ്ണം കോൺകേവ് ലെൻസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടേംസ് റിലേറ്റഡ് ടു ലെൻസസിന്റെ ടേംസ് പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിക് സെന്റർ, സെന്റർ ഓഫ് കർവേച്ചർ, ദെൻ പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കൽ ലെങ്ത്, ഒപ്റ്റിക് ആക്സിസ്, അപ്പർച്ചർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. പിന്നെ ലെൻസ് ഇക്വേഷൻ 1/f is equal to 1/v minus 1/u എന്നുള്ള ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മാഗ്നിഫിക്കേഷൻ പറഞ്ഞു, HI/HO. ദെൻ കാർട്ടീഷ്യൻ സൈൻസ് പറഞ്ഞിട്ടുണ്ട്. മുകളിലാണെങ്കിൽ പോസിറ്റീവ്, താഴോട്ടാണെങ്കിൽ നെഗറ്റീവ്, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവ്, റൈറ്റ് സൈഡ് ആണെങ്കിൽ പോസിറ്റീവ്. അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് പവർ ആണ്. പവർ P is equal to 1/f. ദെൻ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ 2 ഇൻസ്ട്രുമെന്റ്സ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പ്. ഇതാണ് ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ. കുറെ കാര്യങ്ങളുണ്ട്. ഇമേജിന്റെ പെക്യുലാരിറ്റീസ് ഒക്കെ നിങ്ങളോട് ചോദിക്കും. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അത്യാവശ്യം നല്ല വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പ്രോബ്ലംസ് വരും, റേ ഡയഗ്രാംസ് വരയ്ക്കാൻ വരാറുണ്ട്, പ്രോബ്ലംസ്, ലെൻസ് ഇക്വേഷൻ, ലെൻസ് ഫോർമുലേന്റെ പ്രോബ്ലംസ് വരാറുണ്ട്, റേ ഡയഗ്രാംസ് ചോദിക്കാറുണ്ട്, മാഗ്നിഫിക്കേഷന്റെ പ്രോബ്ലം വരാറുണ്ട്, പവറിന്റെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ്, ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഒന്നും സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. നല്ല ചാപ്റ്റർ ആണ്. എന്നാൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ കൺഫ്യൂസ് ആവാനും തെറ്റാനും സാധ്യതയുണ്ട്. മാർക്ക് നല്ലോണം പോവാൻ സാധ്യതയുള്ള ചാപ്റ്റർ. അപ്പൊ അത് മനസ്സിലാക്കി നല്ലോണം വർക്ക്ഔട്ട് ചെയ്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇനി നമുക്ക് കമ്മിങ് ചാപ്റ്റേഴ്സ് ഒക്കെ അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. എല്ലാവരും നല്ലോണം പഠിക്കാം. താങ്ക്